ഹല്ലേലൂയ. ധന്യനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. ധന്യനാകുന്ന യേശുവിൻ്റെ നാമത്തെ ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ സ്നേഹവും ശക്തിയും അധികമായി ഇതിലുള്ള സന്ദേശങ്ങളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പകരുന്ന കർത്താവിൻ്റെ സ്നേഹത്തിനായി, തിരഞ്ഞെടുപ്പിനായി, കരുതലിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വളരെ പ്രതീക്ഷയോടെ ഇതിനകത്ത് കയറിയിരിക്കുന്ന നിങ്ങളെ നിരാശനാകാൻ അനുവദിക്കാതെ, നിങ്ങളെ ആരെയും നിരാശപ്പെടുത്താതെ പൂർണ്ണ തൃപ്തിയോടെ നിങ്ങളെ പരിഗണിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങൾ ഇന്നിരിക്കുന്നത്. അതെ, ആ ദൈവത്തിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആ ദൈവമാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതെ, ഇതിനകത്ത് ഒരു പാസ്റ്റർക്കോ ഒരു മനുഷ്യനോ ഒന്നും സ്വയമായി പറവാനില്ല. പ്രത്യുത സർവശക്തനായ ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുവാൻ, പ്രത്യാശയുള്ളതാക്കുവാൻ, ഫലവത്താക്കി തീർക്കുവാൻ, നമുക്ക് ആ ദൈവരാജ്യത്തെക്കുറിച്ച് ഗഹനമായി പഠിക്കുവാൻ കർത്താവ് നമ്മെ ഇന്ന് പ്രഭാതത്തിൽ സന്ദർശിക്കും. അവിടുന്ന് നമ്മെ ഇന്ന് അനുഗ്രഹിക്കും. അവിടുന്ന് നമ്മെ ഇന്ന് തൃപ്തിപ്പെടുത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ആ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് പകർന്നു കൊടുക്കുക. എല്ലാ ദൈവമക്കളും ഈ സമയം കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവമേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശത്തിലൂടെ സാത്താൻ വെട്ടേറ്റ് വീഴട്ടെ. ഈ കുടുംബങ്ങളെ ഭരിക്കുന്ന, ഈ സന്ദേശം ശ്രവിക്കുന്നവരെ ഭരിക്കുന്ന, ഇവരുടെ ജീവിതങ്ങളിൽ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന, ഒരു ക്ഷണിക്കപ്പെടാതെ കടന്നു വന്നിരിക്കുന്ന ഒരു അതിഥിയെ പോലെ ആ സാത്താൻ ഇതിനകത്ത് ചിലരെ വിഴുങ്ങി വച്ചിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഈ കുടുംബത്തിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനാ സ്വരം കേൾക്കുമ്പോൾ തന്നെ ശത്രു ചിതറി മാറട്ടെ. യേശു പറഞ്ഞതുപോലെ സാത്താൻ വെട്ടേറ്റ് വീഴട്ടെ. ഇന്ന് വചന കേൾവിക്ക് വേണ്ടി ഈ ഹൃദയങ്ങളെ ദൈവം തുറന്നു കൊടുക്കണമേ കർത്താവേ. വചനത്തെ ശ്രദ്ധിക്കേണ്ടതിന് ഈ കാതുകളെ എൻ്റെ ദൈവം തുറന്നു കൊടുക്കണമേ. ഈ ശ്രദ്ധയെ ദൈവം ഇന്ന് തുറന്നു കൊടുക്കണമേ. ആത്മാക്കളെ ഇന്ന് വിടുവിച്ചെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ 5 വൻകരങ്ങളിൽ ഇരുന്നു കൊണ്ട്, വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ ടൈം സോണുകളിൽ ആയിക്കൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും ഈ ലൈവ് സർവീസിലും റെക്കോർഡിങ്ങിന് ശേഷവും കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും യേശുവിൻ്റെ ശക്തി ഇന്ന് വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ജനത്തെ അവിടുന്ന് സ്പർശിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിനു മുന്നേ സാത്താന്റെ പ്രവൃത്തികൾ എന്താണെന്നുള്ളത് നാം ആദ്യം അറിഞ്ഞിരിക്കണം. സാത്താന്റെ പ്രവൃത്തി പല വിധത്തിൽ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്നു. സാത്താന്റെ അനവധി പ്രവൃത്തികൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നാം ചിന്തിക്കുകയും പഠിക്കുകയും അതിൽ നിന്ന് നാം സ്വതന്ത്രരാകാനുള്ള ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ ഓൺലൈൻ വിർച്വൽ മീറ്റിങ്ങിലൂടെ അനവധി തവണ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൻ്റെ മുന്നേ ഉള്ള സന്ദേശങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോയാൽ തമ്പനയിൽ കണ്ട് നിങ്ങൾക്കതൊക്കെ വാച്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇന്ന് അരമണിക്കൂറുള്ള ഈ സന്ദേശത്തിനകത്ത് നമുക്കെല്ലാം പറയാൻ സാധ്യമല്ല. എങ്കിലും സാത്താൻ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുമ്പോൾ, സാത്താൻ ഒരു വ്യക്തിയെ എയിം ചെയ്യുമ്പോൾ, സാത്താൻ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ, എന്തിനാൽ അവൻ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയും എന്ന് അവൻ മനസ്സിലാക്കുന്നു. എന്തൊന്നിനാൽ
ഒരു വ്യക്തിയെ വീഴ്ത്താൻ സാധിക്കും എന്ന് അവൻ മനസ്സിലാക്കും. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 21-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. നോക്കൂ, ദൈവം വളരെ ശക്തമായി തിരുവെഴുത്തുകളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു വള്ളിക്കും ഒരു പുള്ളിക്കും ഒരു വാക്കിനും ഒരാശയത്തിനും ഒരിക്കലും ചേർച്ചയില്ലായ്മ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. ഒന്നൊന്നിനോട് ഇണങ്ങുന്ന അനവധി വാക്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിനകത്ത് കാണാൻ കഴിയും. ഇവിടെ ദാവീദ് എന്ന് പറയുന്ന അനുഗ്രഹീത പുരുഷൻ അഭിഷിക്തനാണെന്ന് ഞാൻ ആർക്കും പറഞ്ഞു പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. പക്ഷേ സാത്താൻ തോന്നിച്ചു എന്ന് പറയുന്നത് ദാവീദിനാണ്. പക്ഷേ ആർക്ക് വിരോധമായിട്ടാണ് സാത്താൻ എഴുന്നേറ്റതെന്നറിയാവോ? ആർക്ക് വിരോധമായിട്ട് എഴുന്നേറ്റെന്നറിയാവോ? ഇസ്രായേലിന് വിരോധമായിട്ടാണ് സാത്താൻ എഴുന്നേറ്റു എന്ന് ബൈബിൾ പറയുന്നു. ഓ മൈ ഗാഡ്, നിങ്ങൾക്ക് ആ സന്ദേശം കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ, നിങ്ങൾ ഒരു ദോഷവും ചെയ്യാത്ത ഒരു വ്യക്തി, നിങ്ങൾക്കൊരു ദോഷവും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ശത്രുവായി മാറുന്നത്. നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ചില കാര്യങ്ങളിലായിരിക്കും നിങ്ങളെ കുറ്റക്കാരനായി എണ്ണുന്നത്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യത്തിലായിരിക്കും തകർച്ചകൾ വരുന്നത്. നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത ചില കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ കുറ്റവാളികളാകുന്നത്, നിങ്ങൾ ആരോപിക്കപ്പെടുന്നത്. നിങ്ങളൊരു സത്യം മനസ്സിലാക്കുക, നിങ്ങളെ സാത്താൻ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സാത്താൻ നോട്ടമിടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സാത്താൻ വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുമായി ബന്ധപ്പെട്ട ആ സാത്താന് നിങ്ങളെക്കാൾ വിലയുള്ള മറ്റെന്തിനെയോ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങളെ സാത്താൻ വകവരുത്താൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ഒരു പ്ലേ കാർഡാക്കാൻ വേണ്ടി, നിങ്ങളെ ഒരു തുറുപ്പ് ചീട്ടാക്കാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുന്നത്. സാത്താന്റെ ഫോക്കസ് ഇസ്രായേലിന് നേരെയാണ്, ഇസ്രായേലിന്റെ ജനത്തിന് നേരെയാണ്. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന വംശമാണ്. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിന്റെ സ്ഥാനം രാജാവായിട്ട് ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ രണ്ടുപേരും ദൈവത്തിന് വേണ്ടതാണ്. ദൈവത്തിന്റെ അഭിഷിക്തനാണ് ദാവീദ്. വിരോധം സാത്താന് ഇസ്രായേലിനോടാണ്. ഇസ്രായേലിനെ തൊടണമെങ്കിൽ രാജാവായ ദാവീദിനെ തൊടണം. അതിനു വേണ്ടിയിട്ടാ തിരുവെഴുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു. ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. തോന്നലുകളിലൂടെ പ്രവർത്തിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങളിൽ ഒരുപാട് പേരുടെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. പല തോന്നലുകളാണ് സാത്താൻ നിങ്ങളെ ആദ്യമേ തന്നെ വശീകരിക്കാൻ അവൻ ഇറക്കുന്ന ആദ്യത്തെ കളി എന്ന് പറയുന്നത് തോന്നലുകളാണ്. തോന്നലുകൾ. ദാവീദിന് കേവലം ഒന്ന് തോന്നിയതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ രാജാസനം ഉറച്ചപ്പോ അദ്ദേഹത്തിന് ഒരു ബുദ്ധിശൂന്യത എന്ന് തന്നെ പറയണം. കാരണം ബുദ്ധിശൂന്യത എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധിമണ്ഡലം ബന്ധിക്കപ്പെട്ടു എന്ന് തന്നെ പറയണം. അത് പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, ദാവീദിന് ഈ തെറ്റ് വന്നു എങ്കിലും യോവാബിന് ഈ കളി മണത്തു. യോവാബിന് ഇത് ദൈവത്തിന് അനിഷ്ടമാണെന്നും ഇതിന്റെ ദോഷവശം എന്താണെന്നൊക്കെ യോവാബിന് മണത്തെങ്കിലും യോവാബ് ഉപദേശിച്ചിട്ടും ദാവീദിന് തലയ്ക്കകത്തൊന്നും കയറുന്നില്ല. ഇതങ്ങനെയാണ്. സാത്താൻ എന്തെങ്കിലും ഒന്ന് നമ്മെ പറഞ്ഞിളക്കിയാൽ, സാത്താൻ എന്തെങ്കിലും ഒരു ചിന്ത നമ്മുടെ ഉള്ളത്തിൽ കൊണ്ടിട്ടാൽ, സാത്താൻ എന്തെങ്കിലും ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ കൊണ്ടിട്ടാൽ, പിന്നെ ആ ചിന്തയെ സാത്താന് സാധിച്ചു കൊടുത്തല്ലാതെ
നമുക്ക് സ്വസ്ഥത വരത്തില്ല. അവൻ നമ്മുടെ ഉള്ളിൽ തോന്നിച്ച കാര്യം അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്ത് സാത്താനെ തൃപ്തിപ്പെടുത്താതെ സാത്താൻ വശീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. തോന്നലുകളിലൂടെയാണ് സാത്താൻ ദൈവമക്കളെ ട്രാപ്പിലാക്കുന്നത്. നിങ്ങൾ ഇന്ന് മനസ്സിലാക്കണം. സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകണമെങ്കിൽ നിങ്ങൾ ആദ്യ പടി മുതൽ സാത്താനുമായി നിങ്ങൾ എതിർത്ത് നിൽക്കാൻ തയ്യാറാകണം. നോക്കുക, അതൊരു തോന്നലല്ലേ, അതൊരു ചിന്തയല്ലേ. നമുക്കങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ ലാഘവത്തോടെ കളയാൻ കഴിയുന്ന കാര്യങ്ങളില്ല എന്നുള്ളതാണ്. കാരണം ഏത് സമയവും ഉണർവോടും ജാഗ്രതയോടും ഏകാഗ്രതയോടും കൂടെ ഇരിക്കേണ്ട ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ ഇങ്ങനെ പറയും, ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഉറക്കത്തിലും ശ്രദ്ധയുള്ളവനാകണം. കാരണം ഉറക്കത്തിലും അവൻ ചിലപ്പോൾ സ്വപ്നങ്ങളോട് യുദ്ധം ചെയ്യേണ്ടവനായി വരും. ചില സ്വപ്നങ്ങൾ നിങ്ങളെ അലട്ടാറുണ്ട്. ചില സ്വപ്നങ്ങൾ ഉണർന്നു കഴിയുമ്പോൾ നിങ്ങളെ ആകെ അസ്വസ്ഥരാക്കാറുണ്ട്. ചില സ്വപ്നങ്ങൾ നിങ്ങളിൽ ഉത്കണ്ഠ ജനിപ്പിക്കാറുണ്ട്. ചില സ്വപ്നങ്ങൾ നിങ്ങളെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്താറുണ്ട്. അപ്പോൾ ഒരു ആത്മീയ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനെ ദൈവം അനുവദിക്കുന്ന പക്ഷം അവൻ സ്വപ്നത്തിലും യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കണം. ഉറങ്ങുന്നത് അവന്റെ ശരീരം മാത്രമാണ്, അവന്റെ ആത്മാവ് ഒരിക്കലും ഉറങ്ങുന്നില്ല. അതുകൊണ്ട് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ലാഘവത്തോടെ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. അപ്പൊ സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകണമെങ്കിൽ നിങ്ങൾ ഇന്ന് ആദ്യം ഈ ഒരു കാര്യം അറിയുക. തോന്നലുകളിലൂടെ പ്രവർത്തിക്കും. ആ വ്യക്തിക്ക് എന്നോട് എന്തോ അനിഷ്ടമുണ്ട്, തോന്നലാണ്. ആ വ്യക്തിക്ക് ഇപ്പൊ പഴയതുപോലെ എന്നോട് അത്ര സ്നേഹമില്ല, തോന്നലാണ്. ആ വ്യക്തിക്ക് എന്നോട് അസൂയയില്ലേ എന്ന് എനിക്കൊരു സംശയം, തോന്നലാണ്. ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ഭാവം പോലും ഉണ്ടാകില്ല. പക്ഷെ നിന്റെ ഉള്ളിൽ സാത്താൻ നിന്നെ ഫോക്കസ് ചെയ്ത് അല്ല, താങ്കളിലുള്ള കൃപകൾ, വരങ്ങൾ, വാഗ്ദത്തങ്ങൾ, താങ്കളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ഇത്യാദി കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് താങ്കളെ ട്രാപ്പിലാക്കുന്ന സാത്താന്റെ ചിന്തകളെ ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയുക. ആ വ്യക്തി എന്നിൽ നിന്ന് എന്തോ കവരാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ആ വ്യക്തി എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. അവർ എനിക്കായി വിരോധമായി ഗൂഢാലോചന ഉണ്ടാക്കുന്നതായി തോന്നുന്നു. അവർ എനിക്ക് ആഭിചാരം ചെയ്യുന്നു എന്ന് തോന്നുന്നു. അവരെന്നെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ പദ്ധതി തയ്യാറാക്കുന്നു എന്ന് തോന്നുന്നു. ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. കർത്താവ് എൻ്റെ ഈ കണ്ണുനീരൊന്നും കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. തോന്നലുകളിലൂടെ താങ്കളെ മെല്ലെ 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 വശീകരിച്ച് വലിയ തകർച്ചയിലേക്ക് കൊണ്ടിടാനായി സാത്താൻ പദ്ധതി ഒരുക്കുന്നു എന്ന് ഇന്ന് പ്രഭാതത്തിൽ താങ്കൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അഭിഷേകമുള്ള ദാവീദിന് പറ്റുന്നൊരു അബദ്ധം എന്താണെന്നറിയാമോ? ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ സാത്താന്റെ ചിന്തകളെ, പ്രവർത്തികളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. സാത്താന്റെ പ്രവർത്തികളെ ഐഡന്റിഫൈ ചെയ്യുന്നവരാകുക. സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകണമെങ്കിൽ അവന്റെ ഓരോ ചലനങ്ങളെയും ഐഡന്റിഫൈ ചെയ്യുക. അവന്റെ ഓരോ ചലനങ്ങളെയും നിങ്ങൾ ഗഹനമായി തന്നെ മനസ്സിലാക്കുക. അവന്റെ ഓരോ ചിന്തകളും അവന്റെ മൂവ്മെന്റ്സും നിങ്ങളിൽ തന്നെ അറിയുക. ഗ്ലോറി ടു ഗാഡ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പോകുന്നു എന്നും അത് സ്വർഗത്തിന്റെ പദ്ധതിയാണെന്നും അത് മുഴു ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും പറഞ്ഞപ്പോ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: നാഥാ, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിനക്കിത് എന്തിന്റെ കേടാ? നിനക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ യേശു, അയ്യോ പത്രോസെ, നിനക്കെന്നോട് ഇത്രയും സ്നേഹമുണ്ടോ എന്ന് ചോദിച്ച് പത്രോസിനെ ചുംബിക്കുവല്ല ചെയ്തേ, മാറ്റി അങ്ങോട്ട് നിർത്തിയിട്ട് നല്ലൊരു ശാസന വെച്ചു കൊടുത്തു. സാത്താനെ, എന്നെ വിട്ട് പോ. നീ നിന്നിൽ തന്നെയാ ചിന്തിക്കുന്നത്. നീ മനുഷ്യർക്ക് വേണ്ടി നീ ചിന്തിക്കുന്നു, ഞാൻ ലോകത്തിന് വേണ്ടി ചിന്തിക്കുന്നു. നീ സാത്താന്റെ ചിന്തയ്ക്ക് കൂട്ടുനിൽക്കുന്നു, ഞാൻ ദൈവത്തിന്റെ ചിന്തയ്ക്ക് കൂട്ടുന്നു. ഇന്ന് പകലിൽ എത്ര ദൈവമക്കൾക്ക് ആ വാക്ക് പറയാൻ കഴിയും? ശത്രു
എന്നിൽ തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ, സാത്താൻ എന്നിലൂടെ തന്നെ ഒരു തകർച്ച കൊണ്ടുവരാനായി ശ്രമിക്കുമ്പോൾ, സാത്താൻ എൻ്റെ ചിന്തകളിലൂടെ തന്നെ ഒരു വഴക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമോ, സാത്താൻ എൻ്റെ ഇമോഷൻസിലൂടെ തന്നെ ഒരു പാപത്തെ ജനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, സാത്താൻ എന്നിലൂടെ തന്നെ അവന്റെ ഇഷ്ടം നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ, സാത്താൻ എന്നിലൂടെ തന്നെ സാറ്റിസ്ഫൈഡ് ആകാനായി ശ്രമിക്കുമ്പോൾ, സാത്താന്റെ ചിന്തകളോടല്ല, ദൈവത്തിന്റെ ചിന്തകളോട്, സാത്താന്റെ ഉടമ്പടിയോടല്ല, ദൈവത്തിന്റെ ഉടമ്പടിയോട് ഞാൻ ചേർന്ന് നിൽക്കുകയാണെന്ന് ഈ പ്രഭാതത്തിൽ എത്ര ദൈവമക്കൾക്ക് പറയാൻ കഴിയും? അങ്ങനെയുള്ളവരുടെ ജീവിതം ഇന്ന് പകലിൽ മാറാൻ പോകുകയാണ്. കാരണം എനിക്ക് സാത്താന്റെ ഇഷ്ടം ചെയ്യണ്ട എന്നും, എനിക്ക് സാത്താനെ തൃപ്തിപ്പെടുത്തണ്ട എന്നും, എനിക്ക് സാത്താന്റെ സന്തതി ആകണ്ട എന്നും, എനിക്ക് സാത്താന്റെ അനുയായി ആകണ്ട എന്നും, ഞാൻ ദൈവരാജ്യത്തിനുള്ളവനാണെന്നും, ഞാൻ ദൈവത്തിന്റെ വകയാണെന്നും ഇന്ന് തീരുമാനിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് സാത്താന്റെ അടിത്തറകൾ ഇളകുകയാണ്. ഇസ്രായേലിനെ എണ്ണാൻ സാത്താന് ദാവീദിനെ എഴുന്നേൽപ്പിക്കാൻ ഒരു തോന്നൽ മാത്രമേ കൊണ്ടുവരേണ്ടി വന്നുള്ളൂ. ഒരു തോന്നൽ. ഇത് ഒരു തോന്നൽ സാത്താന് ഒരു വ്യക്തിയിൽ കൊണ്ടുവരണമെങ്കിൽ, ഒരു വ്യക്തിയോട് പിണങ്ങാൻ നിങ്ങൾക്ക് തോന്നുന്നു, ഒരു വ്യക്തിക്ക് വിരോധമായി സംസാരിക്കാൻ തോന്നുന്നു, ഒരു വ്യക്തിക്ക് എതിരെ നിങ്ങൾക്ക് ദോഷം പറയാൻ തോന്നുന്നു, ഒരു വ്യക്തിക്ക് എതിരായി പ്രവർത്തിക്കാൻ തോന്നുന്നു, ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ തോന്നുന്നു, ഒരു വ്യക്തി തകർന്നു പോകണമെന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നു, ഒരു വ്യക്തിക്കെതിരെ പരാകാൻ തോന്നുന്നു, ഒരു വ്യക്തിക്കെതിരെ ഏഷണി കൂട്ടാൻ തോന്നുന്നു, ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായി പിണക്കം ഉണ്ടാക്കാൻ തോന്നുന്നു. അങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ ദൈവഹിതമില്ലാത്ത ചില ബന്ധങ്ങൾക്ക്, ആരും അറിയാത്ത ചില ബന്ധങ്ങൾ, രഹസ്യ ബന്ധങ്ങൾ സൂക്ഷിക്കണമെന്ന് തോന്നുന്നു, രഹസ്യ കൂട്ടുകെട്ടുകൾ വേണമെന്ന് തോന്നുന്നു, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കണമെന്ന് തോന്നുന്നു, പാപം ചെയ്യണമെന്ന് തോന്നുന്നു. തോന്നലുകൾ ഒരു വ്യക്തിയിലേക്ക് സാത്താന് ഇൻജെക്ട് ചെയ്യണമെങ്കിൽ, ആ പോയിസൺ, ആ ചിന്തയുടെ പോയിസൺ സാത്താന് ഒരു വ്യക്തിയിലേക്ക് കടത്തണമെങ്കിൽ, അവൻ നിശ്ചയമായിട്ടും ഒരു വ്യക്തിയുടെ ഹൃദയത്തെ കൈവശമാക്കണം. നോക്കുക, നാം ഇന്നലെ ചിന്തിച്ച സന്ദേശത്തിൽ ലുദിയയുടെ ഹൃദയം ദൈവം കൈവശമാക്കിയപ്പോൾ, ദൈവം ഏറ്റവും അധികം വിലയോടെ കാണുന്ന മനുഷ്യ ഹൃദയത്തെ സാത്താനും സ്വന്തമാക്കാനായി ശ്രമിക്കുന്നു. മനുഷ്യന്റെ ഹൃദയം എന്തിനോട് പറ്റിച്ചേർന്നിരിക്കുന്നോ അതാണ് അവൻ പുറത്തേക്ക് ഒഴുക്കുന്നത്. ഗ്ലോറി. മനുഷ്യന്റെ ഹൃദയം എന്തിനാൽ നിറഞ്ഞിരിക്കുന്നോ അതാണ് അവൻ പുറത്തേക്ക് ഒഴുക്കുന്നത്. ഹല്ലേലൂയ. നോക്കുക, അപ്പോസ്തല പ്രവൃത്തികൾ 5-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അതിന്റെ 1 മുതൽ വായിക്കാം. 5-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ചു ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? നിങ്ങൾ ആ വാക്ക് കേട്ടോ? നിങ്ങൾ ആ ചോദ്യം കേട്ടോ? But Peter said, Ananias, why hath Satan filled thine heart to lie to the Holy Spirit, to the Holy Ghost, and to keep back part of the price of the land? ആ നിലത്തിന്റെ കുറെ വിലയിൽ നിന്ന് മാറ്റി വെച്ച് കളയാമെന്ന് നിനക്ക് തോന്നാനും വേണ്ടി എങ്ങനെയാ അനന്യാസേ കൃപയുള്ള, അഭിഷേകമുള്ള, ശുശ്രൂഷയുള്ള, ശക്തിയുള്ള താങ്കൾക്ക് എങ്ങനെയാ അനന്യാസേ നിന്റെ ഹൃദയം ഇങ്ങനെ തോന്നത്തക്കവണ്ണം സാത്താൻ കൈവശമാക്കിയത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് ഒരൊറ്റ സ്റ്റെപ്പിന് നടന്നൊരു കാര്യമാണെന്ന്? ഒരിക്കലും ഒരു ഹൃദയം സാത്താൻ കൈവശമാക്കുന്നത് ഒരു സ്റ്റെപ്പിനല്ല. ഒരുപാട് ദിവസങ്ങളുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് സാത്താൻ കീഴ്പ്പെടുത്തുന്നതും നാം
മോഹങ്ങളാലും ചിന്തകളാലും നിരൂപണങ്ങളാലും ആശയങ്ങളാലും ഭാവനകളാലും നാം കീഴ്പ്പെട്ടുകൊടുക്കുന്നതുമായ ഒരവസ്ഥയാണ് ഹൃദയം സാത്താൻ കൈവശമാക്കുക എന്ന ഒരു പ്രവൃത്തി. നിങ്ങൾക്കൊരു വ്യക്തിയോട് പിണക്കമുണ്ടാകുന്നത് സഡൻലി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. കുറെ നാളത്തെ ആ വ്യക്തിയുടെ ഭാവമാറ്റത്തിലും പ്രവൃത്തികളിലും എല്ലാം നിങ്ങൾക്കൊത്തുപോകാൻ കഴിയാതെ ഒരു ദിവസം വരുന്ന ഒരു വികാരമാണ് ആ വ്യക്തിയോടുള്ള പിണക്കം. പക്ഷെ അതൊരു ദിവസം കൊണ്ടല്ല, നിങ്ങൾക്കൊത്തിരി നാളുകൾ കൊണ്ട് എന്തൊക്കെയോ ചില ചിന്തകൾ, എന്തൊക്കെയോ ചില തോന്നലുകൾ, എന്തൊക്കെയോ ചില സംശയങ്ങൾ, എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകൾ ആ വ്യക്തിയോടുള്ളത് കൊണ്ട് തോന്നുന്ന ഒരു ദിവസം തോന്നുന്ന ഒരു വികാരമാണ് പിണക്കം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ എത്രയോ നാളുകൾ കൊണ്ടിട്ട് റൊട്ടേറ്റ് ചെയ്ത് ചിന്തിച്ച് മാറി ചിന്തിച്ച് അത് ചിന്തിച്ച് ഇത് ചിന്തിച്ച് ഒടുവിൽ അതൊരു പ്രോഡക്റ്റായി പുറത്തേക്ക് വരുന്നു എന്ന് മാത്രം. സുഹൃത്തേ, സാത്താൻ ഇതൊരു വ്യക്തിയുടെ മേൽ ഇൻജക്ട് ചെയ്യുന്നത് ഭയങ്കര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ്. പക്ഷേ ദൈവാത്മാവുള്ളൊരു മനുഷ്യൻ അത് ഗ്രഹിച്ചത് നിങ്ങൾ കണ്ടോ? പത്രോസ് അത് ഗ്രഹിച്ചത് കണ്ടോ? ഇത് അനന്യാസിന്റെ ചിന്തയല്ല എന്നും സാത്താന് കീഴ്പ്പെട്ടതിലൂടെ അനന്യാസും സഫീറയും കൂടെ ചെയ്തൊരു പരിപാടിയാണ് പത്രോസ് മനസ്സിലാക്കിയത് നിങ്ങൾ കണ്ടോ? ഇതുപോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും മനസ്സിലാക്കുന്നു എന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ അറിയണം. ദൈവമക്കളെ, നമുക്കൊരു നന്മ വരുമ്പോൾ, നമുക്കൊരു ഉയർച്ച വരുമ്പോൾ, നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഉയരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചില തോന്നലുകളൊക്കെ വരാം, നമ്മുടെ ഹൃദയത്തിൽ ചില ചിന്തകളൊക്കെ വരാം. നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് വെൽ സെറ്റിൽഡ് ആകുമ്പോൾ, നമ്മൾ കുറച്ചുകൂടെയൊക്കെ അങ്ങ് സൗകര്യത്തിലോട്ടാകുമ്പോൾ, ചില പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ, കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനുള്ള പ്രാപ്തി എത്തുമ്പോൾ, കുറച്ചുകൂടെയൊക്കെ ദൈവസാന്നിധ്യം എൻ്റെ മേൽ വരുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ചില തോന്നലുകൾ വരാം. ദാവീദിന് രാജ്യസ്ഥാനം ഉറച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു തോന്നൽ, ഇസ്രായേലിനെ അങ്ങ് എണ്ണിയേക്കാം. എന്നാൽ 2 ദിനവൃത്താന്ത പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ ദൈവ അനുവാദം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ 1 ദിനവൃത്താന്ത പുസ്തകം 21-ൽ ദൈവം അനുവാദം കൊടുത്തിട്ടല്ല ദാവീദ് ഇസ്രായേലിനെ എണ്ണുന്നത്. ദൈവമക്കളെ, ദൈവം അനുവദിക്കുന്നു, ദൈവം പറയുന്നു, ദൈവം തോന്നിക്കുന്നു, ദൈവം ഇടപെടുന്നു, ദൈവം നൽകുന്നു എന്നൊക്കെ നമുക്കങ്ങ് വല്ലാതെ തോന്നും. പക്ഷെ അത് ദൈവഹിതമാണോ എന്ന് താങ്കൾ ഉറപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം ദൈവം ഇഷ്ടപ്പെടുന്ന എന്നെ സാത്താൻ വശീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ലോകമാണിത്. ദൈവമക്കളും സാത്താനും കൂടെ ഒരിടത്ത് വാഴുന്ന ഒരു സ്ഥലമായത്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ വെല്ലുവിളി, അതാണ് നമ്മുടെ ടാസ്ക്. അതിനകത്ത് ഞാനും നിങ്ങളും ജയിച്ചു കയറണം. ദൈവമക്കളും സാത്താനും ഒരുമിച്ച് വാഴുന്ന ഒരു ഗ്രഹമാണ് ഭൂമി. ഇതാണ് എൻ്റെ ടാസ്ക്. ഇവിടെ ഞാൻ ജയിച്ചു കയറണം. നമ്മൾ വീണ് കൊടുക്കല്ല. അപ്പോ ഇവിടെ ദാവീദിനൊരു തോന്നൽ വന്നതുപോലെ നമുക്ക് തോന്നും. അപ്പോ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനും നിങ്ങളും ഒരുപോലെ ചിന്തിക്കണം. എൻ്റെ എല്ലാ തോന്നലുകളും സത്യമാണോ? സത്യത്തിൽ നിന്നാണോ? എൻ്റെ എല്ലാ ചിന്തകളും ദൈവത്തിൽ നിന്നാണോ? എൻ്റെ എല്ലാ ആശയങ്ങളും ദൈവത്തിൽ നിന്നാണോ? എൻ്റെ എല്ലാ ധാരണകളും ദൈവത്തിൽ നിന്നാണോ? എൻ്റെ ഉള്ളത്തിൽ തോന്നുന്നത് ദൈവത്തിൽ നിന്നാണോ? ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ വലിയ നാശത്തിൽ നിന്നും തകർച്ചകളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ എപ്പോഴും ദൈവസന്നിധിയിൽ ഒരു പുനർവിചിന്തനം വളരെ നല്ലതാണ്. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനിക്കുന്ന, അതായത് ഹൃദയം കൈവശമാക്കാൻ സാത്താൻ ശ്രമിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ അരികിലേക്ക് പോകുകയാണെങ്കിൽ, അവൻ ദൈവത്തോട് ആലോചന ചോദിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, ദൈവം മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് താങ്കൾക്കുള്ള സമാധാനം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ല എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 16-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നു. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവ പൈതലേ, ഒരു തോന്നലിലൂടെ സാത്താൻ എൻ്റെ ഹൃദയത്തെ കൈവശമാക്കാൻ
അനുവദിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഓടി കർത്താവിന്റെ സന്നിധിയിലേക്ക് അണയുകയാണെങ്കിൽ, ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളോടുള്ള ദൈവസ്നേഹത്തിന് സാത്താൻ നിങ്ങളുടെ സമാധാനത്തെ കവരാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാകുകയും, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കാൽ കീഴിൽ ദൈവശക്തിയാൽ സാത്താനെ മെതിച്ചിട്ട് ജയാളിയായി മുൻപോട്ട് പോകാൻ ദൈവം താങ്കളെ സഹായിക്കുകയും ചെയ്യും. പക്ഷേ തോന്നലുകൾക്കകത്ത് പലരും വീണു പോകുകയാണ് സാധാരണ പതിവ്. വളരെ കുറച്ചു ദൈവമക്കൾ മാത്രമാണ് അതിൽ നിന്ന് യുദ്ധം ചെയ്ത് പുറത്തേക്ക് വരുന്നത്. എന്നാൽ തോന്നലുകളിൽ നിന്ന് ദൈവം താങ്കളെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ചില ചിന്തകളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ചില ആശയ കുഴപ്പങ്ങളിൽ നിന്നും ദുർസംശയങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. താങ്കളെ പിന്തുടരുന്ന ചില സാത്താനി അവകാശങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ മെതിച്ചു കളവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമാധാനത്തിനെതിരെ നിൽക്കുന്നത്, നിങ്ങളുടെ സ്വസ്ഥതയ്ക്കെതിരെ നിൽക്കുന്നത്, നിങ്ങളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വാഗ്ദത്ത നിവർത്തീകരണത്തിനും വിഘ്നമായി നിൽക്കുന്നത്, ഇന്ന് പ്രഭാതത്തിൽ ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്ന് ദൈവം തകർക്കുന്നു. ഞാൻ വ്യക്തമായി അറിയുന്നു, ചിലരുടെ ജീവിതങ്ങളിൽ വലിയ വിടുതലുകൾ സംഭവിക്കുന്നു. തോന്നലുകളിലൂടെയും ചിന്തകളിലൂടെയും നിന്നെ ട്രാപ്പ് ചെയ്യുന്നത്, നിന്റെ ഏകാന്തതയുടെ നിമിഷത്തിൽ നിന്നെ കൊടും പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് അതിനെ ശാസിക്കുന്നു. യെസ് മൈ ലോർഡ്. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ സാത്താന്റെ ഒരു പ്രവൃത്തിയെ നമുക്ക് കാണാം. തടുക്കുക എന്ന പ്രവൃത്തി, തടുക്കുക എന്ന പ്രവൃത്തി. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. സാത്താൻ ഞങ്ങളെ തടുത്തു. ദൈവമക്കളെ, ഒരു ദൈവ പൈതൽ അവന്റെ മുന്നേറ്റം സാത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ദൈവ പൈതൽ അവന്റെ വാഗ്ദത്ത നിവർത്തീകരണം സാത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ദൈവ പൈതലിന്റെ സ്വൈര്യകരമായ സ്വസ്ഥതയുള്ള ജീവിതം സാത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ദൈവ പൈതലിന്റെ യാത്രകൾ, ജയത്തിലേക്കുള്ള യാത്രകൾ സാത്താൻ ആഗ്രഹിക്കുന്നില്ല. മിനിസ്ട്രി സാത്താൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധി സാത്താൻ ആഗ്രഹിക്കുന്നേയില്ല. അതിന്റെ നടുവിൽ നിങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ മക്കളെ പുറത്തേക്ക് അയക്കാൻ, പുറത്തുള്ള മക്കൾക്ക് വീട്ടിലേക്ക് വരാൻ, നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ, വിദേശത്തുനിന്ന് പലർക്കും വീട്ടിലേക്ക് വരാൻ, നിങ്ങൾക്കൊരു അഡ്മിഷൻ ലഭിക്കാൻ, നിങ്ങൾക്കൊരു പുതിയ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ, നിങ്ങൾക്കൊരു തൊഴിലിന് ഇറങ്ങിപ്പോകാൻ, നിങ്ങൾക്കൊന്ന് അഭിവൃദ്ധി പ്രാപിക്കാൻ, നിങ്ങൾക്കൊരു മീറ്റിങ്ങിന് പോകാൻ, നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ, നിങ്ങൾ പലതിനും ശ്രമിക്കും. 1-2 പ്രാവശ്യം ശ്രമിക്കും. അതാ സാത്താൻ ഇവിടെ പറയുന്നത്. പക്ഷെ തടുത്തു, തടുത്തു, തടുത്തു. ഗ്ലോറി, തടുത്തു. ഇത് ആ നിലയിലായിരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെന്ന് ആത്മാവിനോട് പറയുന്നുണ്ട്. ആ നിലയിൽ തടുത്തു. പാസ്റ്റർ 1-2 പ്രാവശ്യം അല്ല, 7-8 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു, പക്ഷെ തടുത്തു. പാസ്റ്റർ 10-ന് പുറത്ത് പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്തു, തടുത്തു. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്തു, തടുത്തു. പാസ്റ്റർ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തു, തടുത്തു. പാസ്റ്റർ ഇനി മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്തു, തടുത്തു. ഞാൻ വ്യക്തമായിട്ട് അറിയാം കേട്ടോ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്, ഈ മീറ്റിങ്ങിനകത്തുണ്ട്. അവര് പാസ്റ്റർ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചു, സാത്താൻ തടുത്തു. ബൈബിൾ ദിവസവും വായിക്കണമെന്ന് വിചാരിച്ചു, തടുത്തു. ഇനി വീട്ടിൽ വഴക്കുണ്ടാകരുതെന്ന് വിചാരിച്ചു, സാത്താൻ ആ തീരുമാനം തടുത്തു. ഇനി മേലെ മദ്യപിക്കരുതെന്ന് വിചാരിച്ചു, സാത്താൻ തടുത്തു. എല്ലാം തടുത്തു. സഹോദരങ്ങളെ, നിങ്ങളുടെ അവസ്ഥ ഇതാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, സാത്താൻ തടുക്കുന്നു. നിങ്ങൾ ദർശനം കാണുന്നു, സാത്താൻ തടുക്കുന്നു. നിങ്ങൾ പ്രവചനം കേൾക്കുന്നു, സാത്താൻ തടുക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നു, സാത്താൻ തടുക്കുന്നു. നിങ്ങളോട് ഒരാൾ ദൂത് പറയുന്നു, എല്ലാം ശരിയാകും, സാത്താൻ അതിനെ തടുക്കുന്നു.
അവസ്ഥയിലാണോ? നിങ്ങളൊരിടത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു, വഴിയിൽ സാത്താൻ തടുക്കുന്നു. നിങ്ങൾ എന്തിനിറങ്ങിയാലും സാത്താൻ തടുക്കുന്നു. നിങ്ങളൊരു വീട് വെക്കാൻ ഇറങ്ങുന്നു, സാത്താൻ തടുക്കുന്നു. നിങ്ങളൊരു ജോലിക്ക് റെസ്യൂം അപ്ലൈ ചെയ്യുന്നു, സാത്താൻ തടുക്കുന്നു. ഇന്റർവ്യൂ കഴിയുന്നു, അപ്പോയിന്റ്മെന്റിന് വേണ്ടി സാത്താൻ തടുക്കുന്നു, സാലറി തടുക്കുന്നു. In the name of Jesus. എന്നോട് കർത്താവ് പറയുന്നു, ആ സാത്താന്റെ അടിസ്ഥാനങ്ങൾ ഈ സമയം വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ നിന്ന് ഇളകി മാറുകയാണ്. ഈ പ്രഭാതത്തിൽ നിന്നെ ഒന്ന് ഉടച്ചു വാർക്കുന്ന ദൈവശബ്ദം നിന്റെ മേലൊരു ഭയങ്കര കൊടുങ്കാറ്റ് പോലെ അടിക്കുകയാണ്. സ്വീകരിക്കുന്നവന്റെ മേൽ സാത്താന്റെ അടിസ്ഥാനം ഇളകട്ടെ. സാത്താൻ തടുക്കുന്നു. എന്നാൽ അതിനെ ജയിക്കാൻ പൗലോസിന്റെ മേൽ സ്വർഗത്തിന്റെ അധികാരമുണ്ടായിരുന്നു. അതിനെ ജയിപ്പാൻ പൗലോസിന്റെ മേൽ സ്വർഗത്തിന്റെ അധികാരമുണ്ടായിരുന്നു. എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക? ഒരു ദൈവ പൈതലിന് സാത്താനോട് എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും അവനുമായിട്ടുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ല ജയിക്കാൻ കഴിയുക. പിന്നെ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക? യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എങ്ങനെയാണ് സാത്താനെ നമുക്ക് ഓടിച്ചു കളയാൻ കഴിയുക? ദൈവത്തിന് കീഴടങ്ങുന്ന, ദൈവത്തിനൊരു വ്യക്തി കീഴടങ്ങുക എന്ന വാക്കിന്റെ അർത്ഥം ആവശ്യ സമയത്ത് ദൈവത്തിന് കീഴടങ്ങുക എന്നും, ആവശ്യ സമയത്ത് പ്രാർത്ഥിക്കുക എന്നും, ആവശ്യ സമയത്ത് 66 പുസ്തകങ്ങൾക്കകത്തുനിന്ന് നമ്മുടെ വിരലുകൾ കൊണ്ട് മറിക്കുമ്പോൾ എന്ത് കാണുന്നു എന്നുള്ളതുമാകുന്ന ജീവിതവും ദിനചര്യയുമല്ല. പ്രത്യുത എല്ലായ്പ്പോഴും ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ സാന്നിധ്യത്തിനും ദൈവത്തിന്റെ കൽപ്പനകൾക്കും ദൈവിക ചിന്തകൾക്കും വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരു മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ എതിർക്കാനുള്ള ശക്തി നിനക്ക് കിട്ടും. പലപ്പോഴും സാത്താൻ വീഴിക്കുന്നത് എതിർക്കാനുള്ള ശക്തി എനിക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ട്, നീ നിരായുധനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് സാത്താൻ നിന്നെ ട്രാപ്പ് ചെയ്യുന്നത്. ഇങ്ങനൊരവസ്ഥ കൊണ്ടുവന്നാൽ നീ വീണു പൊക്കോളും എന്ന് സാത്താൻ വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് താങ്കളെ ചൂഷണം ചെയ്യുന്നത്. താങ്കൾക്ക് അവനോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയില്ല എന്നവൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ കണ്ട ചിന്തകളും ഈ കണ്ട തോന്നലുകളും എല്ലാം തന്നെ. ഇതൊരു തോന്നൽ മാത്രമല്ല, സാത്താൻ തോന്നലുകളിലൂടെ മാത്രമല്ല ജീവിതത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ ഒരു ട്രാപ്പാണ് തോന്നൽ. അവന്റെ ഏറ്റവും വലിയ ഒരു ടൂളാണ് തോന്നൽ, തോട്ട്, ചിന്തകൾ. അതിലൂടെ അവൻ നമ്മെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അതിനകത്തുനിന്ന് ദൈവം താങ്കളെ പുറത്തു കൊണ്ടുവരാൻ ഇന്ന് പ്രഭാതത്തിൽ ആഗ്രഹിക്കുകയാണ്. താങ്കൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ടെന്ന് ദൈവം അറിയുന്നു. താങ്കൾക്ക് ആ സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ടെന്ന് ദൈവം അറിയുന്നു. താങ്കൾക്ക് സ്വസ്ഥതയുള്ളൊരു ജീവിതം വേണമെന്ന് താങ്കൾ കരയുന്നത് ദൈവം കാണുന്നു. സ്വൈര്യമുള്ള ഒരു ആത്മീയ ജീവിതം താങ്കൾക്ക് വേണമെന്നുള്ളത് ദൈവം അറിയുന്നു. നിങ്ങൾക്ക് ഇന്നു മുതൽ സാത്താനോട് എതിർത്ത് നിൽക്കാനുള്ള ഒരു ദൈവകൃപ ദൈവം പകരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കർത്താവിനൊന്ന് കീഴ്പ്പെടാൻ തയ്യാറാണോ? നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെടാൻ തയ്യാറാണോ? എന്നാൽ നീ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ സജ്ജനാകും. നീ ദൈവത്തിന് കീഴ്പ്പെട്ടാൽ അവൻ നിന്നെ ചിലത് അണിയിക്കും. നീ ദൈവത്തിന് കീഴ്പ്പെട്ടാൽ അവൻ നിന്നെ ചിലത് അണിയിക്കും. അതെ, ഈ ലോകത്ത് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും മൂർച്ചയുള്ള ആയുധങ്ങൾ അവൻ നിന്നെ അണിയിക്കും. നിന്റെ നാവിനെ ദൈവം ഉപയോഗിക്കും. ഇന്നു മുതൽ ദോഷം സംസാരിക്കത്തില്ല. നീ ഇന്നു മുതൽ പാപം സംസാരിക്കത്തില്ല. നീ ഇന്നു മുതൽ ദൂഷണം പറയത്തില്ല. ഇന്നു മുതൽ നീ ആരെയും കുറ്റം പറയത്തില്ല. നിന്റെ നാവ് ദൈവത്തിന്റെ വിശുദ്ധിയുടെ ആയുധമായി ദൈവം ഉപയോഗിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ സാത്താന് നിൽക്കാൻ കഴിയാത്ത നിലയിൽ
ഒരു ഭയങ്കര ആത്മചൈതന്യവും ശക്തിയും അതിനകത്ത് പുറപ്പെടും. സമർപ്പിക്കപ്പെടേണ്ടത്, കീഴടങ്ങേണ്ടത് നാവാണ്, കീഴടങ്ങേണ്ടത് ചിന്തയാണ്, കീഴടങ്ങേണ്ടത് ഹൃദയമാണ്, കീഴടങ്ങേണ്ടത് അവയവങ്ങളാണ്, കീഴടങ്ങേണ്ടത് മനസ്സാണ്. ഹേയ്, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരോട് ദൈവം പറയുന്നു, കീഴടങ്ങേണ്ടത് വാക്കുകളാലല്ല, കീഴടങ്ങേണ്ടത് പറയപ്പെട്ട കാര്യങ്ങൾക്കകത്താണ്. ഇന്നു മുതൽ സകലതും ദൈവം നിയന്ത്രിക്കുന്നതായി മാറട്ടെ. നിന്റെ സകല അവയവങ്ങളും ദൈവം നിയന്ത്രിക്കുന്നതായി മാറട്ടെ. നിന്റെ സകല ചിന്തകളും ദൈവം നിയന്ത്രിക്കുന്നതായി മാറട്ടെ. യെസ്, നിന്റെ ഇമോഷൻസ് ദൈവം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓർഗൻസ് ദൈവം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തോട്ട് പാറ്റേൺ ദൈവം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ദൈവം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ അതിന് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ അവൻ തകർച്ച വിതച്ചിരിക്കുന്നു, അതിന്റെ സകല വിത്തുകളും യേശുവിന്റെ നാമത്തിൽ കത്തിമാറട്ടെ. ഇപ്പോൾ അതിന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഡെലിവറൻസ് നടക്കുന്നു, സാധാരണമായ വിടുതൽ നടക്കുന്നു. നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിലാണ് സാത്താൻ വിത്തുകൾ വിതച്ചിരിക്കുന്നതെങ്കിൽ അത് മുഴുവനും നിങ്ങൾ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ ദൈവം അതിനെ കത്തിച്ചു മാറ്റട്ടെ. പ്രാർത്ഥിച്ചേ. ഭയങ്കര വിടുതൽ ഈ സമയം നടക്കുന്നുണ്ട്, ഭയങ്കര വിടുതൽ നടക്കുന്നുണ്ട്. പലരുടെയും ജീവിതത്തിൽ പ്രവചനാതീതമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന സമയമാണ്. യേശുവിന്റെ നാമത്തിൽ സാത്താൻ ചില കുടുംബങ്ങൾ വിട്ട് പിന്മാറുന്നു. കുടുംബ വഴക്കുകൾ വിട്ട് പിന്മാറുന്നു, വഴക്കുകൾ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് പിന്മാറുന്നു. ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് പിന്മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ പാപ ചിന്തകളിൽ നിന്നും സാത്താൻ ഇപ്പോൾ തന്നെ ആമേൻ, നീ സ്വതന്ത്രമാകുകയാണ്, നീ സ്വതന്ത്രമാക്കുകയാണ്, നീ സ്വതന്ത്രമാകുക. നിന്റെ കാൽ കീഴിൽ ഈ തീരുമാനത്തോടെ ദൈവം അതിനെ മെതിച്ചു കളയുന്ന ഒരു സമയമാണ്, മെതിച്ചു കളയുന്ന ഒരു സമയമാണ്. നിന്നെ രോഗിയാക്കുന്ന അവസ്ഥ. ഞാനൊരു രോഗിയാണ്, ഞാൻ രോഗിയാണ്. ആ തോന്നലുകളിൽ നിന്ന് നിന്നെ ദൈവം സൗഖ്യമാക്കുകയാണ്. അടുത്ത ആഴ്ചയും എനിക്ക് ഇതേ അവസ്ഥ വരും. ആ തോന്നലിൽ നിന്ന് നിന്നെ ദൈവം സൗഖ്യമാക്കും. അടുത്ത മാസവും എനിക്കിത് വരും. ദൈവം നിന്നെ സ്വതന്ത്രമാക്കുകയാണ്. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്ന നാഥ, കേൾക്കപ്പെട്ട വചനത്താൽ ഈ ജനം വിടുവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇവർ സ്വതന്ത്രവും ശുദ്ധവുമാകട്ടെ. കർത്താവിന്റെ ശക്തിയാൽ ഈ കുടുംബത്തെ നിറയ്ക്കണമേ ഇപ്പോൾ പിതാവേ. ഇവരുടെ എല്ലാ തോട്ട് പാറ്റേൺസ്, ബിലീഫ് സിസ്റ്റം അവിടുന്ന് വിശുദ്ധീകരിച്ച് അങ്ങേക്ക് പ്രയോജനമുള്ളതാക്കി മാറ്റണമേ. ഇവരെ അനുഗ്രഹിച്ചാണ്ട് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ ഈ നമ്പറിൽ വാട്സാപ്പിലൂടെയോ നോർമൽ കോൾസിലൂടെ അറിയിക്കുക. നോർമൽ കോൾസിൽ തടസ്സം നേരിടുന്ന പക്ഷം വാട്സാപ്പിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ മിനിസ്ട്രിയെ പ്രത്യേകിച്ച് വരും ദിവസങ്ങളിലെ ഫാസ്റ്റിംഗ് പ്രേയറുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായി ഞങ്ങളെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന അഡ്രസ് നോട്ട് ചെയ്യുക. ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ വലതുവശത്തുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം വലതുവശത്ത് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ദൈവരാജ്യം വളരണ്ടേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിനൊക്കെ ഇരട്ടി പ്രതിഫലം കർത്താവ് തന്ന് മാനിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടെ നിങ്ങൾ അറിയിക്കുക, മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞാൻ ആശംസിക്കുന്നു. ദൈവം എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ. ഗാഡ് ബ്ലസ് യു. എല്ലാ ദിവസവും നമുക്ക് രാവിലെ 6:30 വൈകുന്നേരം 6:30 നമുക്ക് മീറ്റിംഗ് ഉണ്ട്. ആരും മുടങ്ങല്ല, ആരും മറക്കല്ല. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഓരോ ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുക. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളും ഞാൻ ചോദിക്കുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നന്മകളാൽ നിറച്ചു മാനിക്കട്ടെ. ഒരിക്കൽ കൂടെ ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഗുഡ് ബൈ, ടേക്ക് കെയർ.